കേരള സ്റ്റോറി ഈ ദൂരദർശനിൽ കാണിക്കുന്നത് അത് വലിയൊരു രാഷ്ട്രീയ ചർച്ചയാക്കേണ്ട ഒരാവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെയാണ്. കാരണം ഒരു സിനിമ എങ്ങനെ എടുക്കണം എന്നത് ആ സിനിമാ പ്രവർത്തകരുടെ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിനനുസരിച്ച് അവർ സിനിമ എടുക്കുന്നു, അവർ സിനിമ ചെയ്യുന്നു. ആ സിനിമ വലിയ പ്രദർശന വിജയം കേരളത്തിലും രാജ്യത്തും ഒക്കെ വലിയ പ്രദർശന വിജയം നേടിയ ഒരു സിനിമയും കൂടി തന്നെയാണ്. ആ സിനിമയെ അങ്ങനെ കണ്ടാൽ മതി. കേരളത്തിലായാലും രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലുമൊക്കെ ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമകളും നോവലുകളും ഒക്കെ സാഹിത്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്കറിയാം നിരവധിയായിട്ടുള്ള വിമർശനങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ, മത നേതാക്കന്മാർക്കെതിരെ, ആചാര്യന്മാർക്കെതിരെ, സന്യാസി സമൂഹത്തിനെതിരെ ഒക്കെ ഇത്തരത്തിൽ സിനിമകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വിമർശനം ഉണ്ടായതുകൊണ്ട് അത്തരം ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അവർക്കുണ്ടായിരുന്ന ഒരു സ്വാധീനം അവർ പ്രവർത്തിക്കുന്ന മേഖലകളിൽ എന്തെങ്കിലും സ്വാധീനം നഷ്ടപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സിനിമ കൊണ്ട് ഇല്ലാതായി പോകുന്നതൊന്നല്ലല്ലോ മതേതരത്വവും മാനവികതയും ഒന്നും അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യം ആണെന്ന് ഞാൻ എതിരായ ഒരു സിനിമ വന്നാലും അത് ജനങ്ങളെ ബാധിക്കില്ല, ജനങ്ങളെ സ്വാധീനിക്കില്ല. ആ സിനിമ അങ്ങനെയാണ്, പക്ഷെ സ്വാധീനിക്കില്ല എന്നാണോ ഉദ്ദേശിച്ചത്? അല്ല, സിനിമ അങ്ങനെയാണെന്ന് പറഞ്ഞില്ല. ഇനി സിനിമയിലേക്ക് അതിൻ്റെ ഇതിവൃത്തത്തിലേക്ക് വന്നാൽ ആ സിനിമ ഒരു നടക്കാത്ത കാര്യമാണ് എന്ന് സ്മൃതിക്ക് തോന്നുന്നുണ്ടോ? സ്മൃതിയെ പോലെയുള്ള ആളുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഗണേഷ്, കണക്കിനെ കുറിച്ചല്ല പറഞ്ഞത്. കണക്ക് പ്രധാനമാണല്ലോ ഗണേഷ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, 32,000 പെൺകുട്ടികളെ തീവ്രവാദികളാക്കി എന്നാണല്ലോ ആദ്യം കണക്ക് പറഞ്ഞത്. അങ്ങനെ ഒരു ടീസറാണല്ലോ ആദ്യം പ്രദർശിപ്പിച്ചിരുന്നത്. അപ്പോഴും ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറീസ് എന്നാണ് പറഞ്ഞത്. ഇത് യഥാർത്ഥ കഥയുമല്ല, യഥാർത്ഥ കണക്കുമല്ല. അപ്പോൾ കേരളത്തിൽ ഈ രൂപത്തിൽ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകാൻ പാകത്തിലൊരു മണ്ണാണ് കേരളമെന്ന ഒരു ഭയം ജനിപ്പിക്കുന്ന സിനിമ സത്യകഥ എന്ന മട്ടിൽ അവതരിപ്പിക്കുമ്പോൾ അതെങ്ങനെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമാകുന്നത്? ഇത്തരം സിനിമകൾ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ദൂരദർശനിൽ വരണം, ഇപ്പോൾ കേരളത്തിനെതിരെ ഇങ്ങനെ ഒരു സിനിമ വരണം എന്ന് ഉദ്ദേശിക്കുന്നതിന് പിന്നിൽ എന്താണ്? ഇത് കേരള ജനതയോട് നിങ്ങൾ പറയേണ്ട ഒരു മറുപടിയാണ് ശ്രീ ഗണേശ്. ഈ സമയത്ത് കേരളത്തിൽ നിങ്ങൾ വേരു പിടിച്ചെന്നും നിങ്ങൾക്ക് വോട്ട് കൂടിയും എന്നൊക്കെ അവകാശപ്പെടുന്ന ഘട്ടത്തിൽ കേരള വിരുദ്ധ സിനിമ പ്രദർശിപ്പിക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? അല്ല, ഇത് ആരാ കേരള വിരുദ്ധ സിനിമയാണെന്ന് പറഞ്ഞത്? ഞാൻ ഈ സിനിമ കണ്ടു. എനിക്കിത് കേരളത്തിന് എതിരായിട്ടുള്ള സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് കേരളത്തിന് എതിരായിട്ടുള്ള സിനിമയല്ല, കേരളത്തിൽ നടന്ന ഒരു കഥയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കേരളത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. നിമിഷ ഫാത്തിമമാർ അടക്കമുള്ള ആളുകൾ IS-ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ആ സംഭവങ്ങൾ ഇവിടെ അറിയേണ്ട ആവശ്യമില്ലേ? സ്മൃതിയെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ അതിനെ വെള്ളപൂശാനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത്തരം കാര്യങ്ങൾ അറിയേണ്ട എന്നാണോ? ഇവിടെ IS-ലേക്ക് മാത്രമല്ല, ഇന്ത്യ പാക് അതിർത്തിയിൽ പോയി ഈ പാകിസ്ഥാൻ സൈന്യത്തിന് കൂടെ ചേർന്നുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോയ ആളുകൾ ഈ കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് IS പോലെയുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ആളുകൾ റിക്രൂട്ട്മെന്റ് നടക്കുന്ന സമയത്ത് ഇവിടെ മതം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള സ്നേഹം നടിച്ച് മതമാറ്റ പ്രക്രിയകൾ നടന്നിട്ട് IS-ലേക്ക് ആളുകൾ പോയൊരു സ്ഥലത്ത് ആ കഥയെ ഒറിജിനൽ സംഭവത്തെ പശ്ചാത്തലമാക്കിയ ഒരു സിനിമ വന്നാൽ അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അത് അറിയണ്ട എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ആണ് ഇവിടെ ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ തന്നെ നൽകിയ കണക്കുകളുണ്ട്. ഈ കണക്കുകൾക്കപ്പുറമുള്ള ഒരു വലിയ കണക്ക് പറഞ്ഞുകൊണ്ട് 32,000 സ്ത്രീകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ കണക്ക് അവതരിപ്പിക്കുകയും അത് സത്യമാണ് എന്ന് അവതരിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ തെറ്റായിട്ടാണ്. രാഷ്ട്രീയ നേതാക്കളെ അപമാനിക്കുന്നതാണ്, കേരളത്തെ അപമാനിക്കുന്നതാണ്. ഇപ്പോൾ ഒരു പുതിയ വാർത്തയാണ്, അത് ഞാൻ വായിക്കാം. കേരള സ്റ്റോറി സംപ്രേഷണം ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഇപ്പോൾ ഹർജി വന്നിരിക്കുന്നു. ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. പ്രസാർ ഭാരതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറുപടി നൽകണം. ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാനാണ് നിർദ്ദേശം. ദൂരദർശൻ സംപ്രേഷണ തീരുമാനം നീട്ടണം എന്നുള്ളതായിരുന്നു ആവശ്യം. സംപ്രേഷണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണ് എന്നാണ് ഹർജിയിലുള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിപക്ഷ നേതാവും CPM സംസ്ഥാന സെക്രട്ടറിയും നൽകിയിരിക്കുന്ന പരാതിയിലും പറയുന്നതാണ് പെരുമാറ്റച്ചട്ട ലംഘനമാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്നൊരു കാര്യമുണ്ടല്ലോ, അത് ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ ആ സിനിമ ദൂരദർശനിൽ ഇപ്പോൾ പ്രദർശനം തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 8:11 ആയല്ലോ, 8 മണിക്കാണ് പറഞ്ഞിരുന്നത്. ഹൈക്കോടതിയുടെ നോട്ടീസിനെ കുറിച്ച് കൂടി ഒന്ന് പ്രതികരിച്ചോളൂ.
അതെ കോടതി അതിൻ്റെതായ നിയമപരമായ കാര്യങ്ങളിലേക്ക് കടക്കട്ടെ, അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ ആ സിനിമയിൽ പറയുന്നത് 3 പെൺകുട്ടികളുടെ കഥയാണ്, 32,000 പെൺകുട്ടികളുടെ കഥയല്ല. ഞാൻ കണ്ട സിനിമയിൽ 3 പെൺകുട്ടികളുടെ കഥയാണ്. ഞാൻ ഇവിടുത്തെ വാർത്തകളിൽ നിന്നും ഇവിടുത്തെ നമുക്ക് കിട്ടാവുന്ന സോഴ്സുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് അതൊരു ഒറിജിനൽ സ്റ്റോറിയുടെ ബേസ് ചെയ്തിട്ടുള്ള കഥ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതൊരു ജാഗ്രതയായിട്ട് ആ സിനിമ കാണണമെങ്കിൽ അങ്ങനെ കാണാം, അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് കാണണമെങ്കിൽ അങ്ങനെ കാണാം. അപ്പോൾ 32,000 എന്ന കണക്ക് ടീസറിൽ പറഞ്ഞത് എന്തിനാണ്? അല്ലല്ല, നിങ്ങൾ ഫാക്ട്സ് ആണ് പറയുന്നത്, ജാഗ്രത പുലർത്താനാണ് എന്ന് പറയുമ്പോൾ ഗണേഷ് ആ ഒരു വലിയ കണക്ക് പറഞ്ഞതിന് പിന്നിൽ എന്താണ്? അല്ല, സിനിമാ പ്രവർത്തകർ അതിൻ്റെ സിനിമാ പ്രവർത്തകർ അത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആ സിനിമയിൽ കടന്ന കഥ അത് സത്യമല്ല എന്നുണ്ടെങ്കിൽ, കേരളത്തിൽ അങ്ങനെ സംഭവം നടന്നിട്ടില്ല എങ്കിൽ ഓക്കെ, നമുക്ക് അങ്ങനെ പറയാം. അതിനെവിടെയാ കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്? കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായി എന്നതാണ്. നമ്മളെ പോലെയുള്ള ആളുകൾ, ഞാനും സ്മൃതിയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാരും ഈ ചർച്ച വീക്ഷിക്കുന്ന ആൾക്കാരും ഈ കേരളത്തിന്റെ പൊതുസമൂഹവും അത് വലിയ ചോദ്യം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് ISLA പോലെയുള്ള കേരളം പോലെ ഒരു സ്ഥലത്ത് കാസർഗോഡ് സംഭവം നടക്കുന്നു, ഇതിൽ ഒരു പെൺകുട്ടി മറ്റു പെൺകുട്ടികളെ ഈ മത തീവ്രവാദത്തിലേക്ക് സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്ന പെൺകുട്ടി മലപ്പുറത്ത് നിന്നാണ്. ഇതിലൊന്നും ഒരു ദുരുദ്ദേശവുമില്ല എന്ന് താങ്കൾ പറയുകയാണെങ്കിൽ അത് ഏത് രൂപത്തിൽ വിശ്വസിക്കണമെന്നുള്ളത് കേരളത്തിന് മനസ്സിലാകും. അൻവർ ഷാ പാലോട്, ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചു. സ്മൃതി അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. അല്ല, ആയിക്കോട്ടെ, ഞാൻ ഒരു കാര്യം സൂചിച്ചു, തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ഉണ്ടായിട്ടുണ്ടല്ലോ, കേരളത്തിൽ ISലേക്ക് ആളുകൾ പോയിട്ടുണ്ടല്ലോ. എത്ര പേര് പോയി? എങ്ങനെയാണ് കേരളം പോലെ ആളുകൾ ഒരാളാണ് പോയതെങ്കിൽ? ഗണേഷ്, ഒരാൾ പോയതിന്റെ കഥയല്ല പറയുന്നത്, കേരളം ഇങ്ങനെയാണ്, ഈ മണ്ണ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അല്ലല്ല, അങ്ങനെ പറഞ്ഞു പോകല്ലേ ഗണേഷ്, അങ്ങനെ പറഞ്ഞു പോലെ ഈ സിനിമ. അല്ല, ഞാൻ പറയട്ടെ ഗണേഷ്, ഒരു മിനിറ്റ്. ഇതൊരു സിനിമാ സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് നിങ്ങൾ അത് ആ രൂപത്തിൽ വിട്ടുകൊടുക്കുകയല്ലല്ലോ ചെയ്തത്. നിങ്ങൾ കർണാടക തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഈ സിനിമ റിലീസ് ചെയ്തത്. കർണാടക തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവിടെ പോയി ഇത് ഒരു പ്രചാരണ വിഷയമാക്കി. അമിത്ഷാ പ്രസംഗിച്ചു, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഈ സിനിമ സത്യമാണ് എന്ന രീതിയിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൃത്യമായ അജണ്ടയുണ്ട്. ഇതിപ്പോൾ ഒരു സിനിമയും 2 സിനിമയില്ലല്ലോ, അങ്ങനെ പ്രൊപ്പഗാൻഡ സിനിമകൾ നിരവധി ഇറങ്ങുന്നുണ്ടല്ലോ. ഞാൻ താങ്കളിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.